കുടിയേറ്റക്കാരെ കാണുമ്പോൾ കലിപ്പ് കയറുന്നവർക്കും അതിരുകൾ കെട്ടി മനുഷ്യരെ വേർതിരിക്കാൻ നടക്കുന്ന ചില കുത്തക മുതലാളിമാർക്കും ന്യൂയോർക്കിൽ നിന്ന് കിട്ടിയത് എട്ടിന്റെ പണിയാണ്. ലോകത്തിന്റെ നെറുകയായ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി സൊഹ്റാൻ മംദാനി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു കഴിഞ്ഞു. വെറുമൊരു സത്യപ്രതിജ്ഞയല്ല, അമേരിക്കയിലെ ഏറ്റവും വലിയ മെട്രോപോളിസിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു മുസ്ലിം നാമം മുഴങ്ങിക്കേട്ട നിമിഷം കൂടിയായിരുന്നു അത്. ബൈബിളിന് പകരം ഖുർആൻ ഉയർത്തിപ്പിടിച്ച് മംദാനി അധികാരം ഏറ്റെടുത്തപ്പോൾ അത് കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ വായടപ്പിക്കുന്ന ഒരു മറുപടി കൂടിയായി. ആഡംബര കൊട്ടാരങ്ങളിലല്ല, മറിച്ച് ടൈംസ് സ്ക്വയറിന് താഴെയുള്ള ഉപയോഗശൂന്യമായ ഒരു സബ്വേ സ്റ്റേഷനിലാണ് മംദാനി തന്റെ സ്വകാര്യ സത്യപ്രതിജ്ഞയ്ക്കായി സ്ഥലം കണ്ടെത്തിയത്. തന്റെ മുത്തച്ഛന്റെ ഖുർആനും ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് കടമെടുത്ത 200 വർഷം പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ ഖുർആൻ പകർപ്പും അദ്ദേഹം ഇതിനായി ഉപയോഗിച്ചു. മുൻഗാമികൾ ബൈബിളിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്ത സിറ്റി ഹാളിൽ ഇനി മംദാനി ഭരണം തുടങ്ങും. മംദാനി തെരഞ്ഞെടുത്ത ആ ഖുർആൻ പകർപ്പിന് മറ്റൊരു വിപ്ലവ കഥ കൂടി പറയാനുണ്ട്. പ്രശസ്ത കറുത്തവർഗക്കാരനായ ചരിത്രകാരൻ അർത്തുറോ ഷോംബർഗിന്റെ ശേഖരത്തിലുള്ളതായിരുന്നു ഈ ഗ്രന്ഥം. 19ാം നൂറ്റാണ്ടിൽ ഒട്ടോമൻ സിറിയയിൽ നിർമ്മിച്ചതെന്ന് കരുതുന്ന ഈ ഖുർആൻ ഹാർലേം നവോത്ഥാനത്തിന്റെ സ്മരണകൾ കൂടി പേറുന്നവയാണ്. ഉൾപ്പെടുത്തലിന്റെയും പ്രാതിനിധ്യത്തിന്റെയും പൗരബോധത്തിന്റെയും അടയാളമായാണ് ലൈബ്രറി അധികൃതർ ഇതിനെ വിശേഷിപ്പിച്ചത്. മംദാനിയുടെ വിജയം ദഹിക്കാത്ത എലി സ്റ്റെഫാനിക്കിനെ പോലെയുള്ള തീവ്ര വലതുപക്ഷക്കാർ അദ്ദേഹത്തെ ജിഹാദിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്നും തീവ്രവാദ അനുഭാവി എന്നും വിളിച്ചു പരിഹസിച്ചിരുന്നു. ഇതിന് പിന്നിലെ ഗുരുക്കന്മാർ ആരാണെന്ന് ലോകത്തിന് നന്നായി അറിയാം. എന്നാൽ ഗാസയിലെ വംശഹത്യക്കെതിരെയും പലസ്തീൻ അവകാശങ്ങൾക്കായും ശബ്ദമുയർത്തിയ മംദാനി തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു. ഞാൻ ആരാണെന്നോ എന്റെ വിശ്വാസമോ ഞാൻ മാറ്റില്ല, ഇനി ഞാൻ നിഴലിലല്ല വെളിച്ചത്തിലായിരിക്കും എന്ന അദ്ദേഹത്തിന്റെ മാസ് ഡയലോഗ് വിമർശകരുടെ വായടപ്പിക്കുകയാണ്. കുടിയേറ്റക്കാരെ വിദേശ കീടങ്ങളെന്ന് വിളിക്കുന്നവർക്ക് ന്യൂയോർക്കിലെ ജനങ്ങൾ നൽകിയ ശക്തമായ തിരിച്ചടിയാണ് ഉഗാണ്ടയിൽ ജനിച്ച ഈ ദക്ഷിണേഷ്യൻ വംശജന്റെ വിജയം. 9/11 ശേഷം അമേരിക്കയിൽ മുസ്ലിങ്ങൾ നേരിട്ട ഇസ്ലാമോഫോബിയയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ മംദാനി പങ്കുവച്ച വീഡിയോകൾ തരംഗമായിരുന്നു. ഇന്ന് അതേ ന്യൂയോർക്കിന്റെ താക്കോൽ ഒരു മുസ്ലിം യുവാവിന്റെ കയ്യിലെത്തുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിജയമായി കൂടി മാറുന്നുണ്ട്. സൊഹ്റാൻ മംദാനിയുടെ സത്യപ്രതിജ്ഞ കേവലം ഒരു ചടങ്ങല്ല, അതൊരു വിളംബരമാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയം വിൽക്കുന്നവർക്കും മതം നോക്കി പൗരത്വം അളക്കുന്നവർക്കും ഈ ന്യൂയോർക്ക് മേയർ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഖുർആനിലെ വചനങ്ങളിൽ തൊട്ട് അദ്ദേഹം അധികാരം ഏറ്റെടുക്കുമ്പോൾ വൈറ്റ് ഹൌസിലെ ചില പഴയ മുഖങ്ങളിൽ അമർഷം പടരുന്നുണ്ടാകാം. പക്ഷേ ചരിത്രം തിരുത്തിക്കുറിച്ചു കഴിഞ്ഞു. കുടിയേറ്റക്കാരും സാധാരണക്കാരും ഇനി ന്യൂയോർക്കിന്റെ നെറുകയിൽ തന്നെ തല ഉയർത്തി നിൽക്കും.